ഇതെന്താണെന്നറിയാമോ? ഇതാണ് നമ്മുടെ ചൂരമീൻ അച്ചാർ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. വരൂ. 2 ചൂരമീനാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത് കുറച്ചേ ഉള്ളൂ മീൻ, അതുകൊണ്ടാണ് എല്ലാം കുറച്ചിടുന്നത്. ഉപ്പ് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഇത് ഇരുന്നോട്ടെ. അതിനുശേഷം മസാലകളെല്ലാം പിടിച്ച് വന്നതിന് ശേഷം നമുക്കത് വറുത്തെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ വറുത്ത് മീൻ ഇട്ട് കൊടുക്കാം. 2 തവണയായിട്ട് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് മുരിഞ്ഞ് വരട്ടെ. നമ്മുടെ മീൻ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റാം. ഈ പാകത്തിന് മൂത്താൽ മതി. വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലൂടെ ഒന്ന് മൂത്ത് വന്നോട്ടെ. രണ്ടാമത്തതും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിനെ എടുക്കാം. ഞാനെല്ലാം ചെറിയ പീസുകളായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് വെളുത്തുള്ളിയെല്ലാം വഴറ്റി എടുക്കാം. നമുക്ക് 2 കുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴണ്ട് വരട്ടെ. എന്നിട്ടുണ്ട്. ഇതിലേക്ക് മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് കൂടെ ഇതിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സാദാ മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉലുവാപ്പൊടി ഒരൽപ്പം ഉലുവാപ്പൊടി കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാലകളെല്ലാം ഒന്ന് ചൂടായി വന്നോട്ടെ. മസാലകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം പുളിയുടെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. പാളം പുളിയുടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ മീൻ വറുത്തപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയെല്ലാം നോക്കിയതിന് ശേഷം കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഈ മസാല ഒന്ന് തിളച്ച് വന്നോട്ടെ. നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീനിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കിതിന് ചാറ് എത്രത്തോളം വേണോ അത്രത്തോളം ചാറാക്കി എടുക്കാം. ചാറിൻ്റെ കറി കുറവാണെങ്കിൽ അതനുസരിച്ച് എടുത്താൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ഇതിനകത്ത് കിടന്ന് ഒന്ന് റെഡിയായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് അല്പം വിനാഗിരി കൂടെ ചേർക്കാം.
ചെറിയ രീതിയിലുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടി ഉള്ളത്. കുഞ്ഞുങ്ങൾക്ക് ചോറെല്ലാം സ്കൂളിൽ കൊടുത്തയക്കുമ്പോഴൊക്കെ അച്ചാർ പോലെ 2 പീസ് വെച്ച് കൊടുത്താൽ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാകും. എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം. ചൂര മീനൊക്കെ കിട്ടുമ്പോൾ ഒരു ചെറിയ മീനായാലും മതി, നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്യണം. ഈ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യണേ, സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണേ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാം മസാലകളെല്ലാം ഇതിലോട്ടൊന്ന് പിടിച്ച് വന്നോട്ടെ. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർന്നൊന്ന് നല്ലവണ്ണം തിളച്ച് അതിൻ്റെ മസാലകളെല്ലാം പിടിച്ച് വരട്ടെ. ലാസ്റ്റിൽ നമുക്ക് ഒരു പിഞ്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടാർ മണമെല്ലാം വരുന്നത്, സൂപ്പർ മണം. എല്ലാ മസാലകളുടെ എല്ലാം നല്ല ഫ്ലേവർ. നമ്മുടെ മീൻ അച്ചാർ റെഡി. നമ്മുടെ ചൂര അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം. ഇത് എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. എല്ലാവരും ഉണ്ടാക്കി നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റായ ഒരു അച്ചാറാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് എന്തെങ്കിലുമൊക്കെ അറിയിക്കണം, നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.